ഇവിടെ എന്താണ് മരണത്തിന്റെ കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ എന്നുള്ളതാണല്ലോ ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ആരോഗ്യ മേഖലയിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനം ഏറ്റവും മോശമായിരുന്നു. അങ്ങനെയാണെങ്കിലല്ലേ രാജ്യം ആവശ്യപ്പെടേണ്ടതുള്ളൂ. നോക്കൂ, ആ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് നമ്മളെ നിരവധി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ തന്നെ ഓഡിയോ ബൈറ്റിലുള്ളതുമായ ഒരു കാര്യം, ഈ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദുവിനെ പോലെ ഒരാൾ കുടുങ്ങിക്കിടപ്പില്ല എന്ന് ഒരു കാരണവശാലും മന്ത്രി പറഞ്ഞിട്ടില്ല. ഞാൻ പലതവണ ബൈറ്റ് എടുത്ത് നോക്കി. ബൈറ്റിൽ പറഞ്ഞിരുന്നത് 2 പേർക്ക് പരിക്കുണ്ട്, അതിൽ ആ 2 പരിക്കുകൾ സാരമുള്ളതല്ല എന്നുള്ളതാണ്. ആരാണ് പറയുന്നത്? ആരോഗ്യവകുപ്പ് മന്ത്രി. ആരാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? അത് സൂപ്രണ്ടാണ്. ആ സൂപ്രണ്ടും അവിടെയുള്ള ഇന്നിപ്പോ ബിന്ദുവിന്റെ വീട്ടുകാരും പറയുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ അവിടെ വന്ന ഒരു ഉദ്യോഗസ്ഥനും, ഒരു ചുവന്ന കോട്ടിട്ട ഒരു ഉദ്യോഗസ്ഥനും കൂടി ചേർന്നാണ് ഈ കാര്യങ്ങൾ അവിടെ ബ്രീഫ് ചെയ്യുന്നത്. അത് മന്ത്രിമാരോട് ബ്രീഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മന്ത്രിമാരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്, എന്താണ് എത്ര പേര് അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരുടെ പ്രാഥമികമായ വിവരം എന്ന് പറയുന്നത് ആ 2 പേരൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അവരെ കൊണ്ടുപോയിട്ടുണ്ട്, സാരമുള്ളതല്ല. അതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, കുടുങ്ങിക്കിടപ്പില്ലേ എന്ന കാര്യത്തിൽ ഡിസിസീവായ ഒരു തീരുമാനം ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഒപ്പം തന്നെ വി എൻ വാസവനോ പറയുന്നില്ല. ഞാൻ ബൈറ്റ് പലതവണ ആവർത്തിച്ച് കേട്ടു. അതിന്റെ അടിയിൽ ആരും കിടപ്പില്ല, രക്ഷാപ്രവർത്തനം നിർത്താം എന്ന് വി എൻ വാസവൻ പറഞ്ഞിട്ടില്ല, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല. ആ ബൈറ്റ് ഞാൻ പല ചാനലുകൾ എടുത്തു നോക്കി. നമ്മുടെ മാത്രം മിസ്സിംഗ് ആണ്, മറ്റേതും ചാനലുകളുണ്ടോ എന്ന് നമ്മൾ നോക്കി. ഒരു ചാനലിലെ ഓഡിയോ ബൈറ്റിലും അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രി രക്ഷാപ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. 2 വി എൻ വാസവനും രക്ഷാപ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ അടിയിൽ ഒരാൾ കൂടി കിടപ്പുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല. കാരണം അത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അല്ല. അവർക്ക് കിട്ടിയ പ്രാഥമിക ഇൻഫർമേഷൻ കൈമാറുന്നു. ഇൻഫർമേഷൻ കൈമാറുമ്പോഴും അവർ പരിശോധിച്ച് പറയാമെന്ന് പലതവണ നമ്മളോട് പറയുന്നതായിട്ട് ഓഡിയോയിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പ്രാഥമികമായി ആരോഗ്യവകുപ്പ് മന്ത്രിയിലല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. അപകടം നടക്കുന്നത് 10:35. ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ എത്തുന്നത് 11:10 കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീടാണ് വി എൻ വാസവൻ അവിടെ എത്തുന്നത്. വി എൻ വാസവൻ എത്തുന്നു. ആ സമയത്ത് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനടിയിൽ ആരുമില്ല എന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല. 2, ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല, വി എൻ വാസവനും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ്? അവിടെ നിന്നും കണ്ടെത്തിയത് 2 പേരെയാണ്, അവർക്ക് സാരമായ പരിക്കുള്ളതല്ല. ഇതാണ് നമ്മുടെ ബൈറ്റിലുള്ളത്, നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളത് നമ്മളുടെ വീഡിയോ ബൈറ്റുകളുടെ രേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അതാണ് വസ്തുത. ആ വസ്തുതയെ നമ്മൾ ഇനി എത്രമാത്രം ചിത്രീകരിച്ചാലും ആ വസ്തുത അല്ലാതെ മാറുന്നില്ല. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാം, 2 പേർ മാത്രമേ ഉള്ളൂ, അത് പരിശോധിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്, പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ JCBയുടെ കാര്യം പറയുന്നത്. ഇതാണ് പോയിന്റ് നമ്പർ 2. JCB വരാൻ വൈകിയത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ജിമ്മി തന്നെയാണ് വി എൻ വാസവനുമായി സംസാരിക്കുന്നത്. വി എൻ വാസവൻ ഇന്നും പറയുന്നത്, വി എൻ വാസവനാണ് പറയുന്നത് JCB വരണം, ഹിറ്റാച്ചി വരണം എന്ന് പറയുന്നത്. ആ കെട്ടിടം 68 വർഷം പഴക്കമുള്ള 1963 മറ്റുമാണ് ആ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. ആ കെട്ടിടത്തിന്റെ സ്കെച്ച് എന്ന് പറയുന്നത് ഏറ്റവും അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അവിടേക്ക് JCB വിട്ട് വേറെ ഒരു സാധനവും കയറാറില്ല. ഇന്ന് തന്നെ നമ്മളത് കണ്ടു. ആ ഇടുങ്ങിയ പാസേജിലൂടെയാണ് കയറി പോകുന്നത്. ഇല്ല, മാത്രമല്ല ഇങ്ങനെ അപകടം നടത്തുന്ന ഫയർ ആൻഡ് സേഫ്റ്റി വണ്ടി പോകണ്ടേ? അതിന് ചുറ്റും ഫയർ ആൻഡ് സേഫ്റ്റി പോലും പോയില്ല. അതായത് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ വാഹനം